ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഞാനേ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. 2 ചെറിയ കാർ കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇക്കാനെ വിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇക്ക ചെറിയ 2 കാർ വാങ്ങിച്ചിട്ട് വന്നു. ഇക്കാക്ക് ഈ ചെറിയ കാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കാറിനോട് അത്ര താല്പര്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതും എല്ലാം കൂടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പൊന്നുമോൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ ആ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മാനപ്പൊതി ഒരുക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി കാട്ടാമെന്ന് വിചാരിച്ചു. ഈ സമ്മാനത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ പൊന്നു മോനെന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മക്കളാണ്. ഒരാളല്ല കേട്ടോ, 3 മക്കളുണ്ട് അവൾക്ക്. ആ 3 മക്കളും എന്നെയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലത്തെ ഇഷ്ടമാണ്. നമ്മൾ അരിയിട്ടിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിളിക്കില്ലേ, അതുപോലെ ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. ഒരാളെ വിളിച്ചാൽ മതി പേരെടുത്തിട്ട്, 3 പേരും എൻ്റെ അടുത്തെത്തും. അങ്ങനെ ഒരു ഇഷ്ടമാണ് ആ മക്കൾക്ക് എന്നോട്. എനിക്കതുപോലെ തന്നെ കേട്ടോ തിരിച്ചും. ഞാനും ആ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പോൾ അതിൽ ഇളയ മോനാട്ടോ ബർത്ത്ഡേ ആട്ടോ, ഇളയ മോൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളെ സ്നേഹിക്കണവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം കിട്ടുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. പിന്നെ എൻ്റെ ഒന്നും ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു സമ്മാനപ്പൊതികളോ ബർത്ത്ഡേ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടാനും തരാനും പാകത്തിന് ആരും ഉണ്ടായിട്ടില്ല, തന്നിട്ടുമില്ല. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഇക്ക ഓർത്തിരുന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുത്തരും. അൽഹംദുലില്ലാ, അത് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ആ പൊന്നുമോന് കൊടുക്കുമ്പോൾ ആ പൊന്നുമോൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തിലാണ്. എനിക്ക് കുഞ്ഞു മക്കൾ, അതുപോലെ ഒരുപാട് വയസ്സായവരോ, അവരോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്കുടെ സന്തോഷം കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ്, ആ സന്തോഷങ്ങളൊക്കെ. അപ്പോൾ ആ പൊന്നുമോനായിട്ട് ഞാൻ ആ ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സമ്മാനപ്പൊതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു റിബൺ ഉണ്ട്, ആ റിബണും കൂടെ കെട്ടണം. ആ റിബൺ നമുക്ക് ഒന്ന് കെട്ടാം. ആ റിബൺ ഓക്കേ. അപ്പോൾ ഞാനിതെല്ലാം ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 8 ആട്ടോ മോൻ്റെ പിറന്നാൾ. അപ്പോൾ ഞാൻ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ അപ്പോൾ ഇതാണ് മോന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.